ഓളമുണ്ടാക്കാൻ പാറ്റ മതി, മാറ്റമുണ്ടാക്കാൻ മനുഷ്യർ വേണം. കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്താണ്? അത് എന്തല്ല എന്ന് പറയാനാണ് എളുപ്പം. അതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല, ഇതുവരെയെങ്കിലും അല്ല. യുവരോഷം രാഷ്ട്രീയ ആക്ഷേപഹാസ്യം വഴി സമൂഹ മാധ്യമങ്ങളിൽ ജ്വരമായി വളർന്ന ഒരു പ്രതിഭാസം എന്ന് അതിനെ വിളിക്കാം. അതിൻ്റെ ജന്മത്തിന് നിമിത്തമായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഒരു വാക്കാൽ നിരീക്ഷണം. കുറേ ചെറുപ്പക്കാരുണ്ട്, കൂറകളെപ്പോലെയാണ്. ഒരു പണിയുമില്ല, തൊഴിലിൽ സ്ഥാനവുമില്ല. ചിലർ മാധ്യമങ്ങളിൽ കയറിക്കൂടും, വേറെ ചിലർ സമൂഹ മാധ്യമങ്ങളാകും, വിവരാവകാശ പ്രവർത്തകരാകും. എന്നിട്ട് സകലരെയും കടന്നാക്രമിക്കാൻ തുടങ്ങും. CJPയുടെ ഉൽപ്പത്തി വ്യക്തമാണ്. ചീഫ് ജസ്റ്റിസിൻ്റെ വാക്കുകൾ രാജ്യത്തെ വ്യാപകമായ അസംതൃപ്തിയുടെ വെടിമരുന്നിന്മേൽ ഇട്ട കനൽത്തരിയായി. പിന്നെ നടന്നത് മാധ്യമങ്ങൾ ധാരാളം വിശദീകരിച്ചതാണ്. ഇത് ന്യൂസ് 18. Cockroach Janata Party founder Abhijit Deepke falls under the unemployed youth category himself. He did his graduation degree in journalism in Pune and moved to the US to pursue higher studies. He just completed a 2-year master's in public relations at Boston University. Deepke was previously associated with the Arvind Kejriwal-led Aam Aadmi Party's social media and election campaign between 2020 and 2023. He said it was triggering to hear the CJI use the word cockroach, so he decided to launch a party. തൊഴിലില്ലാ പടയിൽ ഒരാളായ അഭിജിത്ത് US-ലിരുന്ന് X-ൽ ഒരു ചോദ്യം എറിയുന്നു. ഈ കൂറകൾ, കോക്രോച്ചുകൾ, പാറ്റകൾ ഒന്ന് സംഘടിച്ചാലോ എന്ന്. അദ്ദേഹം അതിനായി വെബ്സൈറ്റും സമൂഹമാധ്യമ അക്കൗണ്ടുകളും പ്രകടന പത്രികയും ഒക്കെ പിന്നീട് തയ്യാറാക്കുന്നു. He put out a post on X asking what if all cockroaches come together. He followed it up by setting up a website and social media accounts for the Cockroach Janata Party and asked people to sign up if they were unemployed, lazy, chronically online and those with the ability to rant professionally. The party instantly racked up lakhs of sign-ups. യൂണിയൻ സർക്കാരിൽ പരിഭ്രാന്തി, ആഭ്യന്തര വകുപ്പിന് ആശങ്ക, അന്വേഷണം, അക്കൗണ്ട് മരവിപ്പിക്കൽ. Severe national security concerns over this CJP or the Cockroach Janata Party. The MHA has now officially instructed the IT Ministry to immediately process the suspension of CJP. പക്ഷേ അസംതൃപ്തരായ ജനകോടികൾ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയത്തിന് പകരം വിദ്യാഭ്യാസവും തൊഴിലും തേടുന്ന ആ പുതുതലമുറ രോഷത്തിലൂടെ സ്വന്തം പേരും ലക്ഷ്യവും കണ്ടെത്തിയ പോലെ ധാർഷ്ട്യം നിറഞ്ഞ ജുഡീഷ്യറിയും അഴിമതി വാഴുന്ന ഭരണവും വെറുപ്പ് പടർത്തുന്ന രാഷ്ട്രീയവും മതിയായി എന്ന് അവർ വിളിച്ചു പറയുന്നു. We are the cockroaches. Yes, we are the cockroaches. Outside your courtrooms, on the streets, we're the conscience. Stomp us, spray us, sweep us out the door. We rise again, hungrier than before. ജനങ്ങളെ കീടങ്ങളെന്ന് വിളിച്ച അധികാര കൊട്ടാരങ്ങൾ നിലം പതിച്ചതാണ് ചരിത്രം. History is the witness when the powerful call the people vermin. That power fell and the vermin wrote the ending of the sermon. We are the cockroaches. We are the cockroaches. 40,000 today, 40 lakh by the morning. Your courtrooms, your high chairs, your palaces one day will be ours. We are the cockroaches. We are the cockroaches. ഇന്ത്യയുടെ പോക്ക് മടുത്തവർക്കായി ഒന്നിച്ചൊരു സ്വരം. അവരുടെ ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ വിരമിക്കുന്ന ജഡ്ജിമാർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കരുത്, യഥാർത്ഥ വോട്ടർക്ക് വോട്ട് നിഷേധിച്ചാൽ ഇലക്ഷൻ കമ്മീഷണർക്ക് UAPA ചുമത്തണം തുടങ്ങിയവ ഉൾപ്പെടുന്നു. പാറ്റ വെറും കീടമല്ല, ദിനോസറുകളെക്കാൾ പഴക്കമുള്ള, തല പോയാലും ഒരാഴ്ച വരെ ജീവിക്കുന്ന അതിജീവനത്തിൻ്റെ പ്രതീകമത്രേ. ഇന്ന് തൊഴിലില്ലാത്ത വഴിമുട്ടിയ ജെൻസിയുടെ കൊടിക്കൂറയാണത്. വിവേകരഹിതമായ, ദയാരഹിതമായ ഒരു ജുഡീഷ്യൽ പരാമർശത്തിൻ്റെ ഫലം. സാധാരണ ജീവി, അസാധാരണമായ അതിജീവന ശേഷി. കൂറ പെട്ടെന്ന് തന്നെ ആവേശം പകരുന്ന അടയാളമായി. ഒപ്പം ധൈഷണികവും അക്കാദമികവുമായ ചർച്ചകൾക്കും വിഷയമായി. ഒരു DNA പഠനമനുസരിച്ച് ഇന്ത്യൻ കൂറവർഗ്ഗങ്ങൾ അതിപ്രാചീനമായ ഗോണ്ട്വന വൻകരയുടെ പാരമ്പര്യം വഹിക്കുന്നുണ്ടത്രേ. Some Indian cockroach lineages may trace back to Gondwana.
the ancient supercontinent that once linked India, Africa, Australia, and Antarctica. And despite their reputation, cockroaches play important ecological roles. They act as decomposers, nutrient recyclers, and bioindicators of ecosystem health. ഇപ്പോഴത്തെ കൂറശല്യം സർക്കാരിനെയും ഗോദി മീഡിയയെയും അലോസരപ്പെടുത്തുന്നുണ്ട്. വിദേശബന്ധം, ഗൂഢാലോചന മുതലായ ആരോപണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വിലക്കും വരാൻ തുടങ്ങി. റിപ്പബ്ലിക് ടിവിയിൽ നിന്ന്. So I want to tell you the truth about this fellow Abhijit Dipke. He says now that, my account has been hacked. He says someone's hacked into my account. I don't control it anymore. What rubbish, Dipke. What rubbish. You planned it out and now you say you don't control it? You say you lost control about it? Don't we know what the truth is, Dipke? ഗോദി മീഡിയയ്ക്ക് താൻ അഭിമുഖം നൽകില്ലെന്ന് അഭിജിത്ത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഏതായാലും ആഗോള മാധ്യമങ്ങൾ ഇതിനെ കൗതുകത്തോടെ വീക്ഷിക്കുന്നു. ഇത് BBC. How has the Cockroach Junta Party gained more followers on Instagram than the ruling BJP? You won't be able to access the account on X, though. The platform says it's been withheld for legal reasons. Now, it all started with comments by the Chief Justice of India's Supreme Court. There are youngsters like cockroaches. They don't get any employment. They don't have any place in profession. സെൻട്രിസ്റ്റ് നേഷൻ എന്ന ബംഗ്ലാദേശി മാധ്യമത്തിന്റെ റിപ്പോർട്ട്. In which he described unemployed youth and activists as youngsters like cockroaches who swarm social media to attack everyone. A 20-something political communication student from Boston had turned this insult into a movement. The Cockroach Junta Party, or CJP, launched last Saturday. By Thursday, it had 15 million Instagram followers. തമാശയായി പോസ്റ്റ് ചെയ്ത ഒരു ചിന്ത യുവജനങ്ങളുടെ ആവേശമായി മാറി എന്ന് അൽ ജസീറ. The cockroach fights back, or so it seems if you are in India these days. Social media is flooded with memes, reels, and posts featuring the reviled insect, now the mascot of the Cockroach Junta Party. None of this was intended. It was just an accident. ഫ്രാൻസ് 24 ചാനലും അഭിജിത്ത് ദിപ്കെയുമായി അഭിമുഖം ചെയ്തു. The original story of the Cockroach Party and these comments we've just listened to take us back 10 days. From your perspective, what happened and why did you set it up? So it's an accidental party. We did not intend to start something like this. It was just born out of satire. So when I heard the comments of the Supreme Chief Justice of India, I was deeply upset because he is supposed to be the custodian of the Constitution, the one who protects freedom of expression. But then he compared the Indian youth with cockroaches and parasites simply for raising their concerns. ഒരു ഓൺലൈൻ പ്രസ്ഥാനമായ CJP സേവന പ്രവർത്തനങ്ങളും പ്രതിഷേധവും മറ്റുമൊക്കെയായി നിലത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങിങ്ങായി മാത്രം. ना पैसों का गुलाम है ना कुर्सी का भूखा है, जनता की आवाज बन के सीधा दिल में उतरता है. जितना दबोगे उतना बढ़ेगा, कॉकरोच नाम है कभी ना डरेगा. सत्तर कॉकरोच आ रहा है, सिस्टम हिला रहा है, गंदी सोच मिटा के नया इंडिया बना रहा है. നേപ്പാളും ബംഗ്ലാദേശും മറ്റും ഓൺലൈനിൽ തുടങ്ങിയ യുവജന പ്രക്ഷോഭങ്ങളിലൂടെ ഭരണമാറ്റം കണ്ടത് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഓൺലൈൻ ആക്ടിവിസം കൊണ്ട് മാത്രം ഒന്നും നേടാനാകില്ലെന്നും തെരുവിലും തെരഞ്ഞെടുപ്പിലും ശക്തി തെളിയിക്കുമ്പോഴേ മാറ്റമുണ്ടാകൂ എന്നും ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട്. അവർ ബൊളീവിയയുടെ ഉദാഹരണവും എടുത്തു കാട്ടുന്നു. പ്രസിഡന്റ് റോഡ്രിഗോ പാസിന്റെ അഴിമതി ഭരണത്തിനെതിരെ ഒരു മാസമായി ജനങ്ങൾ ഓൺലൈനിലല്ല തെരുവിൽ പണിമുടക്കിലാണ്. തലസ്ഥാനമായ ലപാസിൽ കുടുംബിനികൾ തെരുവിൽ. പ്രസിഡന്റ് അടിയന്തരാവസ്ഥയ്ക്കുള്ള അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ പറയുന്നത് അദ്ദേഹം രാജിവെച്ചാലേ പ്രശ്നം തീരൂ എന്നാണ്. ഓൺലൈൻ സംഘാടനം മാത്രമാണ്. എന്നാൽ ജനങ്ങളെ ചിന്തിപ്പിക്കാനും ചലിപ്പിക്കാനും കഴിയുക പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമാണ്. പക്ഷേ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി ചൂണ്ടിക്കാട്ടിയ പോലെ ഇന്ത്യയിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടില്ല. തമാശയായി തുടങ്ങിയ CJPക്ക് ജനരോഷം തിരിച്ചറിയാനും പുറത്തിടാനും കഴിഞ്ഞു. പക്ഷേ രാഷ്ട്രീയ ചാലക ശക്തിയാകാൻ ഇനിയുമേറെ പോകേണ്ടി വരും. ഓളമുണ്ടാക്കാൻ പാറ്റ മതി, മാറ്റമുണ്ടാക്കാൻ തെരുവിലെ മനുഷ്യൻ തന്നെ വേണം. കോക്രോച്ച് ഇന്നൊരു പ്രതീകം മാത്രമാണ്, തിരസ്കൃതരുടെ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകം.
അതിനെ രാഷ്ട്രീയ ആക്ടിവിസമാക്കി പരിവർത്തനം ചെയ്യാൻ പ്രതിപക്ഷവും ജനപക്ഷ മാധ്യമങ്ങളും അധ്വാനിക്കേണ്ടി വരും.